നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചെയ്യാൻ കഴിയില്ലെന്ന് ദൈവം അറിയുന്ന ഒരു കാര്യം, ദൈവം ഒരിക്കലും നമ്മളോട് ചെയ്യാനായിട്ട് പറയില്ല. ഇതുപോലാണത്. ഒരു പിതാവ് ഒരു ടൺ ഭാരമുള്ള ഒരു വസ്തു തൻ്റെ മകനോട് തൻ്റെ തലയിൽ ചുമക്കൊണ്ടുവരാൻ പറയുമോ? അതിനുശേഷം അവനത് ചെയ്യാഞ്ഞുകൊണ്ട് അവനെ ശിക്ഷിക്കുമോ? ദൈവം സ്നേഹമുള്ള ഒരു പിതാവാണ്. നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നാം ഇത് തിരിച്ചറിയണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നാം മനസ്സിലാക്കുന്നില്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതത്തിൽ മുന്നോട്ട് പോവുക വളരെ പ്രയാസമായിരിക്കും. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പം ഒരു പ്രധാന വ്യത്യാസം, അതിൽ പല കാര്യങ്ങളുണ്ട്. പഴയ നിയമത്തിൽ ഇതരുത് എന്ന് പറയുമ്പം പുതിയ നിയമത്തിൽ നിന്ന് വായിക്കുന്നത് ഞാൻ അവരിൽ ഇത് ചെയ്യുമെന്നാണ്. അതുപോലെ പഴയ നിയമം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടുള്ളതും പുതിയ നിയമം ആന്തരികവുമാണ്. ഇപ്രകാരമുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളും പുതിയ നിയമത്തിൽ ആന്തരികമായിട്ടുള്ള കാര്യവും. പഴയ നിയമത്തിൽ പല കാര്യങ്ങൾക്കും ഒരു സമയക്രമം ഉണ്ടായിരുന്നു. ശബത്ത് ആഴ്ചയിൽ ഒരു ദിവസമാണ്. പുതിയ നിയമത്തിൽ അതിന് തത്തുല്യമായ പദം എപ്പോഴും എന്നാണ്. അവർ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തത് നാം എല്ലായ്പ്പോഴും ചെയ്യണം. അവർക്കുള്ളതിൽ 10% കൊടുക്കുന്നു, നാം 100% കൊടുക്കുന്നു. അവരുടെ ആദ്യത്തെ മകനെ കർത്താവിന് സമർപ്പിക്കുന്നു. നമ്മൾ നമ്മുടെ എല്ലാ മക്കളെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇതാണ് ആ ചില വ്യത്യാസങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം, പഴയ നിയമത്തിൽ ദൈവത്തെ അവർ ദൈവമായിട്ടാണ് അറിഞ്ഞിരുന്നത്. എന്നാൽ നാം അവനെ പിതാവായിട്ട് അറിയുന്നു. സാങ്കേതികമായിട്ട് പറഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളും ദൈവത്തെ പിതാവായിട്ടാണ് അറിയുന്നത്. എന്നാൽ സത്യമായിട്ടും പ്രായോഗിക തലത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു, പല വിശ്വാസികളും യഥാർത്ഥത്തിൽ അവരുടെ പിതാവായിട്ട് ദൈവത്തെ അടുത്തറിയുന്നില്ല. അത് നമുക്ക് മനസ്സിലാകുന്ന അവരുടെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. പ്രശ്നങ്ങളും പരിശോധനകളും ഉണ്ടാകുമ്പം അവർ തിരിച്ചറിയും സത്യമായിട്ടും യഥാർത്ഥത്തിലൊരു പിതാവ് അവർക്കില്ല എന്നുള്ള കാര്യം. പല വിശ്വാസികൾക്കും ദൈവത്തോടുള്ള ബന്ധത്തെ ഞാൻ കാണുന്നത് ഇപ്രകാരമാണ്. അവർക്കൊരു പിതാവുണ്ട്, എന്നാൽ അവൻ ദൂരദേശത്ത് എവിടെയോ ആണ്. നിങ്ങൾക്കറിയാമല്ലോ, ചില പിതാക്കന്മാർ ജോലി ചെയ്യാനായിട്ട് ദൂരെ ഏതെങ്കിലും ദേശത്ത് പോകും. ഇതുപോലെ ദൈവം അവർക്ക് ദൂരദേശത്ത് എവിടെയോ ഉള്ള ഒരു പിതാവിനെ പോലാണ്. അവൻ കത്തുകളും പണമൊക്കെ അയക്കാറുണ്ട്, ദൂരദേശത്തുള്ള പിതാവ് തൻ്റെ മക്കൾക്ക് അയച്ചു കൊടുക്കുന്നത് പോലെ. എന്നാൽ ആ മക്കൾക്ക് ഒരിക്കലും അടുത്ത ഒരു ബന്ധമില്ല. അവർക്ക് വല്ലപ്പോഴും ലെറ്ററുകൾ വരുന്നുണ്ട്. അവരുടെ പിതാവിൻ്റെ ആശ്ലേഷണം അവർക്കൊരിക്കലും ലഭിച്ചിട്ടില്ല. ആഴമില്ലാത്തൊരു ബന്ധമാണ് അവർക്ക് തമ്മിൽ. അങ്ങനെ അവർ 10 വർഷം ജീവിച്ചാൽ ആ കുഞ്ഞിന് ഒരു പിതാവ് ഉണ്ടെങ്കിൽ പോലും ഈ പിതാവിൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നുണ്ട്, അതുപോലെ പണം അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ പിതാവുമായിട്ടൊരു അടുത്ത ബന്ധം അവനില്ല. എന്നാൽ മറ്റൊരു മകൻ പിതാവിനോടൊപ്പം വീട്ടിൽ താമസിക്കും, അവൻ്റെ കാര്യവും പിതാവ് നോക്കുന്നുണ്ട്. അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഈ രണ്ട് ബന്ധങ്ങളിലും വളരെയധികം വ്യത്യാസമുണ്ട്. രണ്ടു പേർക്കും പിതാവുണ്ട്, എന്നാൽ ഈ രണ്ട് ബന്ധങ്ങളും വളരെ വ്യത്യസ്തമാണ്. ഞാൻ മനസ്സിലാക്കുന്നു ഇതാണ് രണ്ട് തരത്തിലുള്ള ക്രിസ്ത്യാനികൾ. ചിലരെപ്പോഴും അവരുടെ അപ്പനോടൊപ്പമാണ്, അവർ തമ്മിൽ വളരെ വ്യക്തമായ ബന്ധമുണ്ട്. മറ്റു ചിലർക്ക് അവർക്കറിയാൻ, ശരിയാണ്, ദൈവവചനം ദൈവം അവർക്ക് അയച്ച കത്താണ്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ചിലപ്പം അവരുടെ പിതാവ് മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ വ്യക്തിപരമായി അവനെ അറിയില്ല. ദൈവത്തെ വ്യക്തിപരമായി അറിയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വ്യക്തിപരമായി അവനോടുള്ള ആ ബന്ധം. ഇത് പലപ്പോഴും പരിശോധിക്കപ്പെടുന്നത് നാം പരീക്ഷയിലകപ്പെടുമ്പോഴാണ്. അപ്പോൾ നാം വിചാരപ്പെടാനായിട്ട് തുടങ്ങും. കാരണം അവരുടെ അപ്പൻ വേറെ ഏതോ ദേശത്താണ്. എനിക്കവനെ ടെലിഫോണിൽ വിളിക്കാം, എന്നാൽ സഹായിക്കാൻ അവൻ എൻ്റെ അടുത്തില്ല. അങ്ങനെ ഞാൻ അസ്വസ്ഥനാകുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് ദൈവത്തെ അവരുടെ പിതാവായിട്ട് അറിയുകയില്ല. ദൈവത്തെ പിതാവായി അറിയുന്ന ഒരുവൻ അവൻ്റെ ജീവിതത്തിൽ എന്ത് പരീക്ഷ ഉണ്ടായാലും അവൻ കുലുങ്ങത്തില്ല. കാരണം അവനറിയാം, അവൻ്റെ സ്വർഗീയ പിതാവ് ഒരിക്കലും അവനെ തനിക്ക് ജയിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷയിലൂടെയും അവനെ കൂട്ടിക്കൊണ്ടു പോകില്ലെന്ന്. തിരുവചനത്തിൽ നാം എല്ലാവരും നിശ്ചയമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ദൈവവചനമുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് എനിക്കെങ്ങനെ ഒരു ജീവിതം നടത്താൻ കഴിയും? അടുത്ത ആഴ്ച എൻ്റെ ജീവിതത്തിൽ ഒരു വളരെ ശക്തമായ പരീക്ഷ ഉണ്ടായാൽ അതെൻ്റെ മേൽ കവിഞ്ഞ്
അതെന്നെ പൂർണ്ണമായിട്ടും തകർത്ത് എറിഞ്ഞാൽ എങ്കിൽ എനിക്കൊരു പ്രതീക്ഷയുമില്ല. എന്നാൽ അങ്ങനെ ഒരു പരീക്ഷ എൻ്റെ ജീവിതത്തിൽ വരില്ലെന്ന് ഞാൻ അറിഞ്ഞാൽ അത് അടുത്ത ആഴ്ചയും വരികയില്ല, അടുത്ത വർഷവും വരാൻ പോകുന്നില്ല. അതെനിക്ക് നിശ്ചയമായിരിക്കണം. കാരണം പിശാച് നിന്നെയും എന്നെയും പിടിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പിശാചിനെ നമ്മളെ അങ്ങനെ തകർക്കാൻ കഴിയാത്തത്? ദൈവവചനത്തിൽ ദൈവം നമുക്ക് ഈ വാഗ്ദാനം തന്നിട്ടുണ്ട്. 1 കൊരിന്ത്യർ 10-13 വാക്യം. നിങ്ങൾക്ക് ഈ വാഗ്ദാനം അറിയാം, എന്നാൽ നിങ്ങൾക്ക് ഒരു പരീക്ഷ ഉണ്ടാകുമ്പോൾ നിങ്ങളിത് എത്രമാത്രം വിശ്വസിക്കുന്നു എന്ന് എനിക്ക് അറിയില്ല. ചിലർക്കിത് അറിയില്ലായിരിക്കാം, എന്നാൽ ഇതെല്ലാവരും അറിയണം. ഈ വാക്യം ഏതാണെന്നറിയണം. കാരണം നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാകുമ്പോൾ അത് എടുത്തു നോക്കാം. ആ വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം വിശ്വസ്തൻ. അങ്ങനെയാണ് അത് തുടങ്ങുന്നത്. നിങ്ങളുടെ ശത്രു എത്ര ശക്തനാണെന്നോ പിശാച് എത്ര ശക്തനാണെന്നോ എന്നുള്ളതൊന്നുമല്ല, അല്ലെങ്കിൽ എത്ര ശക്തമായ പരീക്ഷയാണ് അവൻ കൊണ്ടുവരുന്നത്, ഇതൊന്നുമല്ല വിഷയം. ദൈവം വിശ്വസ്തനാണെന്നുള്ളതാണ് കാര്യം. അവൻ വിശ്വസ്തനായിരിക്കുന്നതുകൊണ്ട് അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷയോ മറ്റേത് പ്രതിസന്ധിയോ നേരിടുവാൻ അവൻ സമ്മതിക്കുകയില്ല. എന്നാൽ ഇതാണ് നല്ല കാര്യം. നിങ്ങളുടെ കഴിവിന് മീതെ പരീക്ഷിക്കുകയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അങ്ങനെ നിങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ ജയിക്കാൻ കഴിയും. അത് ഇതുപോലാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ഹോം സ്കൂളിംഗ് അലൗ ചെയ്യത്തില്ല. അടുത്ത കാലം വരെ അതിന് അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകണം. ഓരോ കുഞ്ഞുങ്ങളും പഠിക്കുന്ന ഓരോ സ്റ്റാൻഡേർഡിലാണ്. കിൻഡർ ഗാർഡൻ, പിന്നെ 1-ാം ക്ലാസ്, 2-ാം ക്ലാസ്, 3-ാം ക്ലാസ്, അങ്ങനെ പോകും. അങ്ങനെയാണ് ഇന്ത്യയിലെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കൂ, 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വർഷാവസാനത്തിൽ അവസാന പരീക്ഷ എന്ന് പറയുന്ന ഒരു പരീക്ഷയുണ്ട്. ഇതിനിടയ്ക്ക് 3 മാസം കൂടുമ്പം നടക്കുന്ന പരീക്ഷകളുണ്ട്. ഈ ഒരു പരീക്ഷ നടക്കുമ്പം അവർ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും. പരീക്ഷയിൽ ഇതിനാണ് ഉത്തരം എഴുതേണ്ടത്. ഈ 4-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരിക്കൽ പോലും 10-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ അവർ കൊടുക്കത്തില്ല. അടുത്ത കൊല്ലം പഠിക്കേണ്ട 5-ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറും അവൻ ഒരിക്കലും കൊടുക്കുകയില്ല. എല്ലാ വിദ്യാലയങ്ങളിലും ഇങ്ങനെ തന്നെയാണ് പരീക്ഷകൾ നടക്കാറുള്ളത്. ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അതിൽ ഒരിക്കൽ പോലും മനഃപൂർവ്വമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യപേപ്പർ കിട്ടത്തില്ല. ഉയർന്ന ക്ലാസ്സിലെ ഒരു ചോദ്യപേപ്പർ. ഇങ്ങനെ ഒരു മണ്ടത്തരം ഒരധ്യാപകനും ഒരിക്കലും ചെയ്യില്ല. എന്നാൽ അനേക ക്രിസ്ത്യാനികളും വ്യംഗ്യമായിട്ട് ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഓ എനിക്കിത് കഴിയുന്നതിനപ്പുറത്താണ്. നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിൻ്റെ ജീവിതത്തിലുണ്ടായ ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ പറയുന്ന ദൈവം എന്തോ തെറ്റ് ചെയ്തു എന്നാണ്. നിങ്ങളായിരിക്കുന്ന ആ നിലവാരത്തേക്കാൾ ഉയർന്ന ഒരു ചോദ്യപേപ്പറാണ് അവൻ തന്നതെന്ന്. അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ് ഇത്ര ബുദ്ധിമുട്ടുള്ളൊരു ചോദ്യപേപ്പർ നിങ്ങൾക്ക് കിട്ടിയത്? കാരണം ദൈവം കരുതുന്നു നിനക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന്. അത് നിന്നിലുള്ള ദൈവത്തിൻ്റെ വിശ്വാസമാണ്. ആ ബുദ്ധിമുട്ടുള്ള ചോദ്യപേപ്പർ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു നിനക്കത് കൈകാര്യം ചെയ്യാൻ കഴിയും. നിശ്ചയമായിട്ടും നിനക്ക് കഴിയും. നിനക്ക് ആ ഭാരം ഉയർത്താൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഉത്സാഹിപ്പിക്കാറില്ലേ? എനിക്കിത് പറ്റില്ലെന്ന് അവർ പറയുമ്പോൾ, പപ്പ എന്നെക്കൊണ്ട് ഇത് പറ്റത്തില്ല, മോനെ നിന്നെക്കൊണ്ട് പറ്റും, ശ്രമിച്ചു നോക്കി. അതാണ് ദൈവം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഒരിക്കലും പറയല്, ഓ എന്നെക്കൊണ്ട് അത് കഴിയത്തില്ല. ദൈവം വിശ്വസ്തൻ.